നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം നൽകിയ ദുരിതങ്ങൾ പിന്നിട്ട് പ്രവാസികൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. അതെ, കാത്തിരുന്ന വാർത്തയെത്തി. ഇന്ത്യക്കാർക്ക് സന്തോഷം ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ഗൾഫിൽ നിന്നും പുറത്തു വരികയാണ്. പ്രത്യേകിച്ച് മലയാളികൾക്ക്. ഗൾഫ് മേഖലയിലെ തന്നെ ഇന്ത്യക്കാർക്ക് മുന്നിൽ തുറക്കാൻ പോകുന്നത് വൻ തൊഴിലവസരങ്ങളാണെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. വരും വർഷങ്ങളിൽ കൈനിറയ അവസരങ്ങൾ ഉണ്ടാകുമെന്നും ഇവർ വ്യക്തമാക്കുകയാണ്. അതായത് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗൾഫിൽ തൊഴിലവസരങ്ങൾ കൂടുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുമാത്രമല്ല, എണ്ണക്ഷാമം നേരിടുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും UAE, അബുദാബി, ഖത്തർ, സൗദി എന്നീ രാജ്യങ്ങളുമായി എണ്ണ, പ്രകൃതിവാതക ഉൽപാദനം, വിതരണം, സംസ്കരണം തുടങ്ങിയ രംഗങ്ങളിൽ കരാർ ഒപ്പിട്ടതായും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഈ റിപ്പോർട്ടുകൾക്ക് പിന്നാലെ കൂടുതൽ വാർത്തകളും പുറത്തുവരികയാണ്. അതെ, ഈ കരാർ നടപ്പാകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം പേർക്കെങ്കിലുമാണ് തൊഴിൽ സാധ്യത ഉണ്ടാകുന്നതെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. RP ഗ്രൂപ്പ് ചെയർമാൻ രവി പിള്ളയാണ് ലോക കേരള സഭയ്ക്ക് ശേഷം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഹരിത ഊർജം എന്ന ആശയവും എണ്ണയിതര മേഖലയുടെ വളർച്ചയും ഉണ്ടാകുമ്പോൾ തന്നെ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും എണ്ണ, പ്രകൃതിവാതകങ്ങളുടെ കടുത്ത ക്ഷാമം നേരിടുകയാണ്. 10 മുതൽ 15 വർഷത്തേക്ക് ഈ നിലയിൽ തൊഴിൽ സാധ്യതയും ഉയർന്നു നിൽക്കുന്നതായിരിക്കും. തങ്ങളുടെ നിർമ്മാണ കമ്പനിക്ക് മാത്രം 40,000 മുതൽ 50,000 പേരെ ആവശ്യമുണ്ട് എന്നും റിക്രൂട്ട്മെന്റ് ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അബുദാബിയിൽ റിഫൈനറികളുടെയും ഖത്തറിൽ പ്രകൃതിവാതക പ്ലാന്റുകളുടെയും നിർമ്മാണമാണ് വേഗത്തിൽ നടപ്പിലാക്കി വരുന്നത്. സൗദിയിൽ റിഫൈനറികൾക്ക് പുറമെ പെട്രോ കെമിക്കൽ പ്ലാന്റുകളും അടിയന്തരമായി നിർമ്മിക്കുന്നതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വെൽഡർ, ഫിറ്റർ തുടങ്ങി എഞ്ചിനീയർമാർ വരെയുള്ളവർക്ക് നല്ല സാധ്യതകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്ലാന്റുകൾ നിർമ്മിക്കാൻ ശരാശരി 5 മുതൽ 8 വർഷം വരെ സമയമാണ് ഇതിനായി വേണ്ടിവരിക. ഈ കാലയളവിൽ തന്നെ തീർച്ചയായും തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. കേരളം, ബീഹാർ, UP തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും RP ഗ്രൂപ്പ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എന്നും പണം ഈടാക്കാതെയാണ് തെരഞ്ഞെടുപ്പെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി വിവിധ ട്രേഡുകളിൽ ഉള്ളവർക്ക് പരിശീലനം നൽകുന്നതിന് കേരളം മുന്നോട്ട് വരണമെന്നാണ് അധികൃതരോട് ലോക കേരള സഭയിൽ ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ലോക കേരള സഭയുടെ 3ാം പതിപ്പാണ് ഇത്തവണ നടന്നത്. ജൂൺ 17, 18 തീയതികളിലായിരുന്നു ലോക കേരള സഭ നടന്നത്. ലോക കേരള സഭയിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിന്നിരുന്നു. നിരവധി പ്രവാസികളാണ് സഭയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത്. കഴിഞ്ഞ ദിവസം പ്രമുഖ വ്യവസായി MA യൂസഫ് അലിയുടെ സാന്നിധ്യവും പ്രവാസികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.